ഈ വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇത് വന്നു കഴിഞ്ഞപ്പോൾ ജനഗണ കോപ്പി, ക്യൂൺ കോപ്പി, നിങ്ങളുടെ പരസ്യങ്ങൾ കോപ്പി അടിക്കുന്ന ആള്, പരസ്യങ്ങൾ കോപ്പി അടിയുടെ ഉസ്താദ് എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ തിരിച്ചയച്ച വോയിസ് നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചേട്ടാ ഈ നിഷാദ് കോയ നിങ്ങളിലേക്ക് വന്ന് വിരൽ ചൂണ്ടുമ്പം ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ഷാരിഷ് മുഹമ്മദാന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പ്രാവശ്യം പോലും വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാതെ നിഷാദ് കോയ തയ്യാറാകത്തിൽ ദുരൂഹത നിൽക്കുന്നു. ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഈ മൊമെന്റ് വരെ ഡൗൺലോഡ് എവിടെ വേണമെങ്കിലും ഞാൻ കാണിക്കാമല്ലോ. എന്തെന്നാ പറയണത്, ഒരു ഡിലീറ്റ് ചെയ്യോ എന്തോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ജൂലൈ 1 ജയസൂര്യ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പർ പാസ് ചെയ്തു. ഇതിൻ്റെ ഒരു വേറെ വെർഷനാണ് എന്ന് രാജു എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് ത്രില്ലറാണ്, വേറെ പാറ്റേൺ ആണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഫെഫ്കയുടെ മീറ്റിംഗ്, അതോ നിർമ്മാതാക്കളുടെ സംഘടന ഈ മീറ്റിംഗൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഡിജോ സംവിധാനം ചെയ്ത് ലിസ്റ്റിൻ നിർമ്മിച്ച സിനിമയുടെ കഥ മോശവുമായി ബന്ധപ്പെട്ട് നിഷാദ് കോയ പറയുന്നു അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് മോഷ്ടിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഡിജോ എങ്ങനെയാണ് കഥ മോഷ്ടിക്കുക? ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. കാരണം സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദികൾ വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ചർച്ചയിൽ കൃത്യമായി തന്നെ ആ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിൻ്റെ ചർച്ചയ്ക്കുള്ളിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഡിജോയാണ്. ഡിജോ നമസ്കാരം. നമസ്കാരം. എന്തായാലും ഫുൾ എയറിൽ നിൽക്കുന്ന സമയം അല്ലേ? മലയാളി ഫ്രം ഇന്ത്യയിൽ ഫുൾ എയറിൽ. ഇപ്പോൾ കാണാത്തവർക്കും കാണാൻ ആകാംക്ഷ കൂടി സിനിമ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിജോ. ഒരു സബ്ജക്റ്റ് ഡിജോയെ ചൂണ്ടി ഡിജോ മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിജോ മോഷ്ടിച്ചോ? അല്ല, അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അതായത് ഒരു സിനിമ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഥ, പിന്നീട് തിരക്കഥ. ഇത് എഴുതുന്ന ആളല്ലേ അതിൻ്റെ കറക്റ്റ് ലൈൻ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമ, എൻ്റെ മുന്നത്തെ 2 സിനിമയും എഴുതിയത് ഷാരിസ് മുഹമ്മദാണ്. ആദ്യത്തെ സിനിമ ഷാരിസ് മുഹമ്മദും ജെബിനുമായിരുന്നു, 2 പേര് ചേർന്നായിരുന്നു. അതിനുശേഷം ഈ 3 സിനിമ ഇതല്ലാതെ ഷാരിസ് വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഷാരിസ് മുഹമ്മദ്. ഞാൻ എങ്ങനെ ഒരു കഥ മോഷ്ടിച്ച് ഷാരിസിനെ കൊണ്ട് എഴുതിക്കാൻ, അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് വേറെ കഥകൾ കിട്ടാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളൊരു സിനിമ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ 2 സിനിമ, രണ്ടാമത്തെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, ഫസ്റ്റ് ഫിലിം സൂപ്പർ ഹിറ്റായിരുന്നു. ഇതിനുശേഷം 3ാമത്തെ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് എന്തിനൊരു കഥ മോഷ്ടിച്ചിട്ട് ചെയ്യണം? ശരിയല്ലേ ഇതിന്? അപ്പം അതങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ കാര്യം കംപ്ലീറ്റ് ഞാൻ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് എന്തിനൊരു കഥ മോഷ്ടിച്ച്, അത്ര ആശയ ദാരിദ്ര്യമുള്ള നാടാണോ? എൻ്റെ സുഹൃത്തുക്കളാണോ, അല്ലെങ്കിൽ ഷാരിസ് അത്രയും ഇതാണോ, അവന് കിട്ടാഞ്ഞിട്ടാണോ? അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അവൻ്റെ കയ്യിലുണ്ട്. അവനറിയാം, അതെല്ലാം ഫെഫ്കയിൽ അവൻ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്കറിയാം, നമ്മുടെ സിനിമയിലുണ്ടല്ലോ. ഫെഫ്കയുടെ മീറ്റിംഗിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവതരിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു, എല്ലാ തെളിവുകളും നിങ്ങൾ എല്ലാം പിന്നെ പൂർണ്ണമായിട്ടും. കാര്യം ഞാൻ വിശ്വസിച്ച എൻ്റെ സംഘടനയാണ്. അപ്പോൾ എൻ്റെ സംഘടനയുടെ മുമ്പിൽ ഞാൻ ശനിയാഴ്ച ബഹ്റിനിൽ പോയതാണ്. അപ്പോൾ ഞാൻ അന്ന് തൊട്ടാണ് ഇതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്ന് ഉണ്ണിസാറിനെയും വിളിച്ച്, എനിക്കൊന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കൂടി, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇരിക്കാം, ചർച്ചയ്ക്ക് വിളിച്ച് എല്ലാവരും കൃത്യമായിട്ട് സംസാരിച്ചു. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എല്ലാ പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഫെഫ്ക ഡയറക്ടേഴ്സ്, ഫെഫ്ക റൈറ്റേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ എന്താണ്? നിഷാദ് കോയയുമുണ്ട്, ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഇരുന്നാണ് സംസാരിക്കുന്നത്. എല്ലാ തെളിവുകളും നിങ്ങൾ നൽകി. അതെ. ഇതിലെ പ്രസക്തമായ ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ കൊടുത്ത കുറേ കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായി അറിയേണ്ടത്. ഇദ്ദേഹം റിലീസിന്റെ തലേന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു അല്ലേ? എൻ്റെ കഥയാണ് നമ്മൾ കഥയും വെച്ചിരിക്കുന്നത്, കുറച്ച് കഥയുടെ ഭാഗം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എന്നെ പല സ്ഥലത്തും പ്രഷർ ചെയ്തുകൊണ്ടാണ് ഡിലേറ്റ് ചെയ്തത്, എൻ്റെ കഥയല്ലെങ്കിൽ എന്തിനാണ് ഇവർ പ്രഷർ ചെയ്തത്? ഒരു ചോദ്യം നിഷാദ് കോയ ഉന്നയിക്കുന്നുണ്ട്. അത് അദ്ദേഹം എഴുതിയ പോസ്റ്റാണ് അതിൻ്റെ ഉത്തരം, ഞാനല്ല. അതായത് അദ്ദേഹം എഴുതിയ പോസ്റ്റ് എന്തായിരുന്നു എഴുതിയത്? ഹൈദരെ, ആ പോസ്റ്റ് എനിക്ക് വായിക്കേണ്ടി വരും.
പോസ്റ്റ് എനിക്ക് വായിക്കേണ്ടി വരും. അദ്ദേഹം വിശദമായിട്ട് ആ കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ല പോസ്റ്റിന്റെ തലക്കെട്ടാണ് ചോദിച്ചത്. അല്ല, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഒന്ന് പ്രവചിച്ചാലോ, കൃത്യമായിട്ട്. അതെങ്ങനെ പുള്ളിക്ക് മനസ്സിലായി? മെയ് 1 ഇറങ്ങുന്ന സിനിമ മലയാളി ഫ്രം ഇന്ത്യയാണ്. അപ്പൊ ഇതാണ് പുള്ളിക്ക് പ്രവചനമുണ്ടോ? എനിക്കറിയില്ല. അപ്പൊ മെയ് 1 വേറെ സിനിമകളില്ലല്ലോ. അപ്പൊ അത് പുള്ളിയുടെ കഥയല്ലല്ലോ, അത് എന്റെ സിനിമയുടെ കഥയാണെന്നല്ലേ പറയാം. ലിസ്റ്റ് വാർത്ത മെയ് 1 ഇന്ത്യയിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മെയ് 1 അതാണ് നമ്മൾ അതിന് തൊട്ട് ദിവസത്തെ പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞല്ലേ, മെയ് 1 ബുധനാഴ്ചയാണ്. അന്ന് എല്ലാവരും മരണം. കാര്യം ആർക്കും അറിയില്ലല്ലോ ബുധനാഴ്ച ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. വ്യാഴം ശനിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാവും കേട്ടോ, ബുധനാഴ്ച ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ സിനിമ ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് പ്രസ് മീറ്റ് വിളിച്ചത്. അപ്പോൾ അന്ന് രാത്രിയാണോ എന്നാണെന്നറിയില്ല, തൊട്ട് തലേ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അത് ഒബ്വിയസ്ലി ഹേർട്ടാവും. അപ്പം പുള്ളിയുടെ പ്രവചനമാണ്, പുള്ളി പ്രവചിക്കുകയാണ്, എൻ്റെ കഥയാണെന്ന് പുള്ളി അവകാശപ്പെടുകയാണ്. മറ്റൊരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു ഇൻ്റർവ്യൂ പോയി പറയുന്നുണ്ട്, ഞാൻ ഈ സിനിമയുടെ കഥ അറിയാൻ വേണ്ടി പല സിനിമാക്കാരെയും വിളിച്ചിരുന്നു, എൻ്റെ കഥയാണോ എന്ന് അറിയാൻ വേണ്ടി. എൻ്റെ ഒരു ചോദ്യമാണ്, അദ്ദേഹത്തിന് ചോദിക്കേണ്ട ചോദ്യമാണ്, ഡിജോയ്ക്ക് വേണ്ടി മറുപടി പറയാം. അദ്ദേഹത്തിന് ചോദിക്കേണ്ട ചോദ്യമാണ്, എനിക്ക് എൻ്റെ സിനിമയുടെ കഥയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ 30-ാം തീയതി പ്രവചനമാക്കി പറഞ്ഞതെന്ന് അങ്ങനെ ചിന്തിച്ചില്ലേ? അല്ലേ, ഞാനതാണ്, എനിക്കറിയില്ല. ഇതിൻ്റെ ഉത്തരം തരേണ്ടത് ഈ പറഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആളുകളാണ്. കാര്യം എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എവിടെ സമീപിച്ചത് ഫെഫ്കയിലാണ്. അപ്പോൾ അതുപോലെ ഇത്രയും നാൾ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അറിയേണ്ടതാണല്ലോ ഇത് എവിടെയാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അതിനൊരു ഉത്തരവില്ലെങ്കിൽ എനിക്കതിന് ഒന്നും പറയാനില്ല. പ്രസക്തമാണ്. ഇത് ജയസൂര്യ പൃഥ്വിരാജ് ഈ കഥകൾ കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജയസൂര്യയുടെ അടുത്ത് ഈ കഥ പറയുകയും അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു എന്ന് പറയുന്നു. ജയസൂര്യയുമായിട്ട് സിനിമ നടത്തുന്ന ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു. ആ പോസ്റ്റ് കണ്ടിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല. അത് 2021 ആണെന്നാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിലിങ്ങനെ ഒരു സിനിമയുടെ പേരോ അതിൻ്റെ പശ്ചാത്തലമോ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമുള്ള പ്രശ്നം, അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അകത്ത് എവിടെ എഴുതിയിട്ടതായിട്ട് പറയുന്നില്ല. ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ കഥ ആരെങ്കിലും എഴുതിയിടും? അത് അങ്ങനെ ഇടാത്ത സ്ഥിതിക്ക് എനിക്കറിയില്ലല്ലോ. ഇതാണ് സബ്ജക്റ്റ്. നമുക്ക് ഞാൻ അങ്ങനെ അറിയാം. എന്നെ ഒരിക്കൽ പരസ്യചിത്രം, ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഇതെല്ലാമാണ് അവിടെ സമർപ്പിച്ചത്. അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയണ്ടേ. ജൂൺ 27, 2022. ഇതിനു മുന്നേ എല്ലാം ശരിയാവും എന്ന് പറയുന്ന സിനിമ 2021 ഡിസംബറിൽ, അത് റിലീസിന് ശേഷമാണ് ഷാരിസ് എൻ്റെ അടുത്ത് വന്ന് കഥ പറയുന്നത്. ഞാൻ കൈ കൊടുക്കുന്നു. ആ സമയത്ത് ജനഗണമനയുടെ ഷൂട്ടും കാര്യങ്ങളും നടക്കും. 2021 ഡിസംബറാണ്. അപ്പോൾ ഞാനും ജനഗണമന പോലത്തെ ഒരു പമ്പഡപ്പായിട്ടുള്ള സിനിമയ്ക്ക് ശേഷം ഒരു സോഫ്റ്റ് കോവിഡിൻ്റെ സമയം. അപ്പോൾ ഇതിൽ ബേസിക് ഇന്ത്യ പാകിസ്ഥാനെക്കാട്ടും ഉപരി എന്നെ അട്രാക്ട് ചെയ്ത് കോവിഡ് എന്ന് പറയുന്ന കുറച്ച് സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ ഇതിൽ ഭയങ്കര ബ്രദർഹുഡും ഇങ്ങനത്തെ ഒരു സാധനവും വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ അവന് എല്ലാം ശരിയാവും സെറ്റിലെ ക്യാമറാമാൻ ശ്രീജിത്തുമായിട്ടിരുന്ന് വർക്ക് ചെയ്താണെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ അതുമായിട്ട് എത്രയോ പേരെടുത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. എത്ര പേരെടുത്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും എനിക്കൊന്ന് 3-4 ആർട്ടിസ്റ്റുകളുടെ അടുത്ത് അവൻ പോയിട്ടുണ്ട്. അത് അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ ഞാനല്ല, അത് അവനും ശ്രീജിത്തും അറിയുള്ളൂ. അതെ, ഷാരിസിനെ അറിയത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ കഥാ തിരക്കഥ സംഭാഷണം അവൻ്റെയാണ്. ഇവർ എഴുതി വെച്ച സ്ക്രിപ്റ്റാണ് എനിക്ക് കൊണ്ടുതരുന്നത്. അതിൻ്റെയാണ് അവൻ നമ്മുടെ സിനിമയിൽ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചാടാ ശ്രീത്തേട്ടൻ എന്നാണ് അവൻ വിളിക്കുന്നത്. ശ്രീത്തേട്ടൻ ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്യാനിരുന്നാണല്ലോ, നിനക്കറിയാലോ. അപ്പോൾ അതിനുശേഷം ഞാൻ നിൻ്റെ അടുത്ത് അപ്പോൾ ഒന്നൊരു ക്രെഡിറ്റ് അപ്പം ഇവനടാ കൊടുക്കാമല്ലോ. അങ്ങനെയാണ് നമ്മുടെ സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ സോങ്ങിയുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ശ്രീജിത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അറിയാതെ, ഡയറക്ടർ അറിയാതെ അതിൽ ഒരു ക്രെഡിറ്റും വരില്ല. ശരിയല്ലേ? അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അവനവിടെ വെച്ചത്. അപ്പോൾ ഇതിൽ കൂടുതൽ അങ്ങനെ എഴുതി വെച്ച സ്ക്രിപ്റ്റാണത്. അതിനുശേഷം പിന്നെ ഞാൻ എന്തിന് മറ്റൊരാൾ എൻ്റെ അടുത്ത് എന്തു പറഞ്ഞു? അതാണ് ഞാൻ അടുത്ത പോയിന്റ്. 2022 ജൂൺ 27. 2022 ജൂൺ 27 എൻ്റെ ആദ്യ പരസ്യചിത്രം ഷൂട്ടിംഗ് നടക്കുന്നത്. ജയസൂര്യമായിട്ടുള്ള ആദ്യ പരസ്യം. അപ്പം ഞാൻ അതിൻ്റെ ചർച്ചയുടെ ഇടയിൽ ഞങ്ങൾ സത്യം പറഞ്ഞ് ഇതൊന്നും ചർച്ചയിൽ വന്നിട്ടില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നൊരു പ്രോസസ്സാണ്. കാര്യം ഒരു പരസ്യചിത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കഥ പറഞ്ഞ് കളിക്കലല്ല അതിൻ്റെ ഒരു പ്രോസസ്സ്. അത് ആദ്യം ഷൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ആണ്. ഒരു ദിവസം ഇത്ര ബഡ്ജറ്റും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് വേറെ കാര്യങ്ങൾ സംസാരിക്കില്ല. ഒരു പക്ഷേ അതിനുശേഷം എൻ്റെ ഒരു കൃത്യമായിട്ട് ഇതുണ്ട്. ജൂലൈ 1 ജൂൺ 27 ഷൂട്ടിന് ശേഷം ജൂലൈ 1 ജയസൂര്യ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ നമ്പർ പാസ് ചെയ്തു. എടാ നല്ലൊരു ഐറ്റം ഉണ്ട്, നീ കേൾക്കണം. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതല്ലാതെ ആരുടെ നമ്പർ പാസ് ചെയ്യുന്നു? നിഷാദ് കോയയുടെ നമ്പറാണ്. നല്ലൊരു ഐറ്റം ഉണ്ട്, നീ കേൾക്കണം എന്നല്ലാതെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടില്ല. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്.
ഈ 2021 ഷാരിസ് ശ്രീത്തുമായിട്ട് കഥകൾ സംസാരിച്ച് അതിന്റെ വർക്കുകൾ തുടങ്ങി. പിന്നീട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ വരുന്നത് ഏത് പ്രാവശ്യം എപ്പോഴാണ്? ഏത് സ്ക്രിപ്റ്റ് റൈറ്റർ? നമ്മുടെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ ഷാരിസ് വരുന്നത്, മുഹമ്മദ് വരുന്നത് എന്നാണ്? ഷാരിസ് 2021 ഡിസംബറിൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്ന് കഥ പറയാൻ വരുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ജനഗണമനയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിന്റെ ലാസ്റ്റ് ഷൂട്ട് ഇതെല്ലാം നടക്കുകയാണ്. ഓക്കെ. 2022 ജയസൂര്യമായിട്ട് ഷോർട്ട് ഫിലിം പരസ്യ ചിത്രം ചെയ്യുന്നത്. അവിടെ വെച്ച് ജയസൂര്യ പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് പറയുന്നില്ല, ഇതൊരു നല്ലൊരു കഥയുണ്ട് അല്ലേ? ഞാൻ ഇതിന് ശേഷവും ഞാൻ അതിന്റെ റിയാലിറ്റി പറഞ്ഞു. ജയസൂര്യ എൻ്റെ അടുത്ത് പരസ്യ ചിത്രത്തിന് ശേഷമാണ് എനിക്ക് നമ്പർ അയച്ചത്. എടാ നല്ലൊരു ഐറ്റം ഉണ്ട്, നീ കേൾക്കണം എന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇതിന്റെ കഥ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടറോട് എങ്ങനെ കഥ പറയും? ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ കേൾക്കാനല്ലേ ആവശ്യപ്പെടും, ശരിയല്ലേ? അതല്ലാതെ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് തിരക്കഥ പറഞ്ഞു കൊടുക്കൂ? ഒരിക്കലും പറയാൻ പറ്റില്ല. അവര് ജസ്റ്റ് ഒന്ന് പറയാറില്ല, ഇങ്ങനെ ഒരു നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ കേട്ടു നോക്കൂ, അത് ഇതായിരിക്കും എന്തെങ്കിലുമൊക്കെ ചിലപ്പോ പറയാം. ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പറയുന്നതല്ലേ. അതല്ലാതെ എൻ്റെ അടുത്ത് വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് നമ്മള് എന്തിനാണ് അതിന്? അവിടെ ഒരു പോയിന്റ് 2022 അതെ, മറ്റേത് 2021 സംഭവിച്ചത്. അതാ ഞാൻ പറഞ്ഞ, അതാണ് കറക്റ്റ്. ഫസ്റ്റ് നിങ്ങൾ കേൾക്കുന്ന ഈ കഥയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞ, ഫസ്റ്റ് ഈ അധ്യായം മൊത്തം കഴിഞ്ഞു. ഇവര് ഓൾറെഡി ചെയ്തു വെച്ച സ്ക്രിപ്റ്റ് ആണ്. അതായത് ശ്രീജിത്തും ഷാരിസും സിനിമയാക്കാൻ വേണ്ടി അവരുടെ യാത്രകൾ വേറെ. അതിന്റെ ഞാൻ പറയേണ്ട കാര്യമില്ല, അത് അവന്റെ യാത്രയാണ്. അത് അവനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഹൈദർക്ക് കിട്ടും. അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ആ കഥ ചെയ്യാൻ, സിനിമ ചെയ്യാൻ ശ്രീജിത്തും മനസ്സിലായി, എടാ ശരി ഡിജോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശ്രീജിത്ത് മാറി. ശ്രീജിത്തിന്റെ സ്വപ്നമായിരിക്കും ഒരു സംവിധാനം ചെയ്യണം. അപ്പൊ ശ്രീജിത്തും മാറി, ഞാനാണത് ടേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ടേക്കപ്പ്, ഞാനും ഷാരിസും കൂടെ വർക്ക് തുടങ്ങി ഞാനിത് ഇനി എങ്ങനെ മൂവ് ചെയ്യും? കാരണം എന്റെ സിനിമ ജനഗണമന റിലീസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇതേപോലെ എത്ര പേര് ചിന്തിക്കാം? ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഹൈദർ ഒരു കാര്യം മനസ്സിലായി. എന്നെ ദുബായിൽ നിന്ന് ഒരു നമ്പറിൽ നിന്ന് വിളിച്ചത്, ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ആലോചിച്ചിരുന്നത്, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇങ്ങനെ എത്ര പേര് ആലോചിച്ചു 2018. എന്നിട്ട് അവർ നമ്മുടെ നാട്ടിലെ തന്നെ എത്രയോ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് പേരെടുത്ത് പറഞ്ഞു, ഞാനതും പറയാത്തത്, ഇവരോടത്തൊക്കെ സമീപിച്ചിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഷാരിസിന് പക്ഷേ ഈ സിറ്റുവേഷൻ ഇടയിൽ അറിയാം, പ്രജിത്ത് ഇതേപോലെ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന്. അത് അങ്ങനെയാണ് ഇന്നലെ ഫെഫ്കയുടെ മീറ്റിൽ അതിന്റെ എല്ലാ പ്രൂഫും വന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു റൈറ്റർ ഉണ്ട്, എന്തായിരുന്നു രാജീവ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ടെന്നൊക്കെ ഉണ്ണി സാർ പറയുന്നത്. അങ്ങനെ ഒരു സിനിമയുടെ ഒരു തോട്ട് അത് ആർക്കും ഉണ്ടാവുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ. 2022 ജയസൂര്യ നിഷാദ് കോയയുടെ നമ്പർ തരുന്നു. താങ്കൾ വിളിച്ചോ? എന്നെ വിളിക്കുകയോ ഞാൻ വിളിക്കുകയോ എന്തോ ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു പോസ്റ്റില് സ്ക്രീൻഷോട്ടിൽ അദ്ദേഹം അയച്ചു തന്ന സ്ക്രീൻഷോട്ടിൽ, അതായത് ഇതുണ്ട്, മാർച്ച് 9 അദ്ദേഹം മെസ്സേജ് അയച്ചത്. പക്ഷെ എൻ്റെ മൊബൈലിൽ അതിന്റെ ക്ലാരിറ്റി കിടക്കുന്നുണ്ട്. എനിക്ക് ആകെ ഉള്ള ചാറ്റുകൾ ഇത്രയും. നിഷാദ് കോയയുടെ ആദ്യം താങ്കളുടെ വോയിസ് ആണ്. 7 ജൂലൈ 2022 ഞാൻ വോയിസ് നോട്ട് അങ്ങോട്ട് അയച്ചതാണ്. കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇൻഡസ്ട്രിയിലുള്ള ഒരു റൈറ്റർ അല്ലേ, നമുക്കറിഞ്ഞൂടെ, ശരിയല്ലേ? സബ്ജക്ട് ചോദിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ജയസൂര്യ ജയേട്ടൻ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ എന്റെ മര്യാദയല്ലേ അത്. അപ്പൊ അദ്ദേഹം വിളിക്കുകയോ ഞാൻ വിളിക്കുകയോ എന്തോ ചെയ്തു, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അയച്ച വോയിസ് നോട്ട് ഇതാണ്, അതായത് ചേട്ടാ നമുക്ക് ഇരിക്കാട്ടോ, തിരക്കായി പോയി, കാര്യം ഞാൻ ഈ സിനിമയുടെ അകത്തല്ലേ, മനസ്സിലാവുന്ന ജനഗണമന കഴിഞ്ഞ്, അതായത് ഏപ്രിൽ 22 ജനഗണമനയ്ക്ക് ശേഷം അടുത്ത സിനിമ പരസ്യത്തിറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സിനിമയായിട്ട് ഞാൻ ഇത് ഓൾറെഡി മനസ്സിലാണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റേ ചെയ്തിട്ടില്ല. പുള്ളി മറുപടി അയച്ചിട്ടുണ്ട്. പുള്ളി ഇതിൽ വാട്സാപ്പിൽ എനിക്ക് അയച്ചിട്ടില്ല, പക്ഷെ ഫോണിലോ എന്തോ നമുക്ക് ഇരിക്കാം എന്തോ പറഞ്ഞു. പുള്ളി പിന്നെ മാർച്ചിലാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത്. അതെ, പുള്ളി പിന്നീട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് മാർച്ചിലാണ്. മാർച്ചിൽ പുള്ളി അയച്ച് ചോദിക്കുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ, എന്താ ഡിയർ നിഷാദ് കോയ ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് നോട്ട്. ആ വോയിസ് നോട്ട് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ ആ വോയിസ് നോട്ടിൽ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ രാജുവിനെ കണ്ടിരുന്നു. അപ്പോൾ രാജു പറയണ്ടായി, ഡിജോ ചെയ്യാൻ പോകുന്ന നിവിനെ വെച്ച് ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്തോ സിമിലാരിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും അങ്ങനെ കേൾക്കുന്നു എന്താണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ തിരിച്ചയച്ച വോയിസ് നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചേട്ടാ മാർച്ച് 15 ഞാൻ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ഏത് ഈ പടം. അപ്പോൾ മലയാളിയിൽ നിന്നും പേരിട്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമ തുടങ്ങാൻ പോകും. ഞാൻ രാജുവിനെ കണ്ടിരുന്നു. അപ്പോൾ രാജുവും പറഞ്ഞു കഴിഞ്ഞ നിങ്ങൾ തുടങ്ങിക്കോ, അതെന്തോ വേറെ ത്രില്ലർ മൂഡാണെന്നാണ് രാജു പറഞ്ഞത്. ഞാൻ രാജുവിനോട് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ രാജുവിൻ്റെ അടുത്ത് തിരക്കഥ പറയേണ്ട കാര്യമുണ്ടോ?
ഒരിക്കലും ഇല്ല. രാജുവിന്റെ അടുത്ത് നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ അടുത്ത സിനിമ തുടങ്ങാൻ പോകുന്നു, കഴിഞ്ഞിട്ട് അതെ ലിസ്റ്റിനും എന്താ നിവിനും ഷാരിസിനും തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിന് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു. എന്താ ഒന്നുമില്ല, ഒരു BJP കാരൻ അല്ലെങ്കിൽ എന്താ ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഈ പറഞ്ഞ നാട് കടത്തപ്പെടുകയും ഒരു പാകിസ്ഥാനിയുടെ കൂടെ പിന്നീട് കോവിഡും പരിപാടി ഇതിന്റെ ഒരു വേറെ വെർഷനാണ് എന്ന് രാജു എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് ത്രില്ലറാണ്, വേറെ പാറ്റേൺ ആണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാജു അങ്ങനെ പറഞ്ഞ് കയ്യിൽ നിന്ന് വിട്ടതാണ്. അപ്പൊ പിന്നെ നമ്മൾ സിനിമ ചെയ്യാൻ, എനിക്ക് എൻ്റെ സിനിമ ചെയ്യാന്നല്ലേ ഉള്ളൂ. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ സിനിമയുടെ ദൂരത്തിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞ് മാർച്ച് 15 നമ്മൾ ഷൂട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയും അതിന്റെ ആർട്ടും പരിപാടിയും കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് നമ്മൾ എന്നാണ് പൂജ നടത്തിയെന്ന് വരെ ഉണ്ട്. ദുബായിൽ വെച്ച് പൂജ നടത്തിയതിന്റെ പോസ്റ്റ് ഇട്ടിരുന്നു എല്ലാം. അത് മാത്രമല്ല വൈറ്റ് ടീഷർട്ട് ഒക്കെ ഇട്ടു. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര വാർത്ത വന്ന ആള് മാറിയോ ലിസ്റ്റ് എന്നൊക്കെ ചോദിച്ചു, എനിക്ക് ഓർക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിന് മുന്നേ ജനുവരിയിൽ ഞങ്ങൾ ഇതിന്റെ ലൊക്കേഷൻ കാണണ്ടേ, മരുഭൂമിയിൽ സെറ്റ് ഇടണ്ടേ, ആടുജീവിതത്തിന്റെ സ്പൂഫ് എന്നൊക്കെ ആൾക്കാർ പറയും. എങ്കിലും നമ്മളാ ചെയ്യുന്നതിന് അതിന്റെ ഒരു വാല്യൂ കാണിക്കണ്ടേ. അപ്പൊ അവിടെ ഒരു വീട് ഉണ്ടാക്കുക, ഇതെല്ലാം സെറ്റ് ചെയ്യണ്ടേ. ഇതെല്ലാം നേരത്തെ ചെയ്തതിന്റെ ജനുവരിയിൽ ഞാനും എൻ്റെ DOPയും കൂടെ നിൽക്കുന്നതിന്റെ പോസ്റ്റാണ്. അത് 2023 ജനുവരി 25 റെക്കി സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടതാണ്. അതിനുശേഷം എനിക്ക് ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് വരുന്നത് ഇദ്ദേഹം രാജുവിൽ നിന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് വോയിസ് നോട്ട്. അപ്പോൾ ഞാൻ അതിന് കൃത്യമായിട്ട് റിപ്ലൈ അയച്ചതിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ബ്രോ ഒരു പാകിസ്ഥാനി ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു പാകിസ്ഥാൻ പരിപാടി ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ആ വോയിസ് നോട്ടിൽ പറയാം. നമ്മുടെ അകത്ത് ഒരു പാകിസ്ഥാനി പരിപാടി ഉണ്ട്, പക്ഷെ ബാക്കിയൊക്കെ ത്രില്ലറാണെന്ന് തോന്നുന്നു. നമ്മുടെ പക്ഷേ പിന്നെ കുറച്ച് ഹ്യൂമറൊക്കെ ആയിട്ട് പോകുന്നതാണ്. അങ്ങനെ വോയിസ് ഇട്ടു. എൻ്റെ അടുത്ത് രാജുവും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ആ വോയിസ് നോട്ട്. അങ്ങനെ അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കാട്ടോ, അതായത് പുള്ളി എന്നെ വിളിച്ചിട്ട് കിട്ടാതെ, കാര്യം ഞാൻ ദുബായിലാണ്. അപ്പോഴാണ് ഞാൻ വോയിസ് നോട്ട്, പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയക്കുന്നത്, ഞാൻ അതിന്റെ റെസ്പോണ്ട് ചെയ്യാൻ ചെയ്തു. അപ്പൊ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ വോയിസ് നോട്ട് എൻഡ് ചെയ്യുന്ന. അങ്ങനെ അതിനുശേഷം എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു PDF ആണ് അയച്ചത്. അന്ന് തന്നെ അയച്ചോ? അപ്പൊ തന്നെ എനിക്ക് അയച്ചു തന്നാണ്. അതാണ് എൻ്റെ ഒരു പോയിന്റ്. അതാണ് ഞാനൊരു സിനിമയിൽ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്, അതായത് അദ്ദേഹത്തിന്റെ വോയിസ് നോട്ടിന് ശേഷം എൻ്റെ വോയിസ് നോട്ട്. ഈ വോയിസ് നോട്ടിന്റെ സമയം 5:34. അതിനുശേഷം ഇത് വന്നിരിക്കുന്നത് 5:39 ആണോ 5:39. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തിനാണ് താഴെ ഒരു ഡിലേറ്റ് കാണുന്നു? അതെനിക്കറിയില്ല, അത് അദ്ദേഹം ചെയ്ത് ഡിലീറ്റ്. പിന്നെ ഒരു വോയിസ് ഇട്ടിരിക്കുന്നു, ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. അത് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോ എനിക്ക് മനസ്സിലായില്ല. കാര്യം ഞാൻ കൃത്യമായിട്ട് വോയിസിൽ അതിലൊരു പാകിസ്ഥാനി ഉണ്ട് എന്ന് പറയുകയും എനിക്ക് ഡോക്യുമെന്റ് അയച്ചു തരികയും ചെയ്തു. അതൊരു ഫോർവേഡ് മെസ്സേജ് ആയിട്ടാണ്. ഇതെവിടെ കാണാം, മൾട്ടിപ്പിൾ ഫോർവേഡ്സ് പോയിട്ടുണ്ട്. അപ്പൊ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, ശരിയല്ലേ? അപ്പൊ എനിക്ക് ഇത് അയച്ചു തരുന്നത് മാർച്ച് 9 ഇത് അയച്ചു തന്നു. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോ ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ എന്തിനാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ആർക്കും അയച്ചു കൊടുക്കാറില്ല. അതായത് അതൊരു റൈറ്ററിന്റെ ഇപ്പൊ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, നമ്മുടെ എല്ലാത്തിന്റെയും ബേസ് ആണ്. ഞാൻ എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ ആർക്കും അങ്ങനെ അയച്ചു കൊടുക്കാറില്ല. അയച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് പ്രോപ്പറായിട്ട് മെയിൽ വഴി വേണ്ട, അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ആർക്കും അല്ലെങ്കിൽ അറിയുന്നവർക്ക് പേഴ്സണലി അയച്ചു കൊടുക്കും. അപ്പോൾ എനിക്കൊരു സ്ക്രിപ്റ്റ് അയച്ചു തരേണ്ട കാര്യം എന്താണ്? അത് എന്നോട് അപ്പോൾ അയച്ചു തരുന്ന 9-ാം തീയതി അയച്ചു തന്നിട്ട് ഈ വോയിസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കൂട്ടോ. വായിച്ചു നോക്കിയിട്ട് വോയിസ് കേട്ടു. ഇത് ഡൗൺലോഡ് ചെയ്തില്ല ഇന്നലെ പറയുന്നു. അതെ, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഈ മൊമെന്റ് വരെ ഡൗൺലോഡ് എവിടെ വേണമെങ്കിലും ഞാൻ കാണിക്കാലോ. എന്തെന്നാ പറയണത്, ഒരു ഡിലീറ്റ് ചെയ്യോ എന്തോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ എനിക്കതൊന്നും മാറ്റർ, എനിക്ക് ഞാൻ ആരും പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിലെല്ലാം കൃത്യമായിട്ടുണ്ട്. ഞാൻ 15-ാം തീയതി ഷൂട്ട് തുടങ്ങുന്ന പടത്തിന് എനിക്ക് 9-ാം തീയതി സ്ക്രിപ്റ്റ് അയച്ചു തരണം. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയല്ലേ, അപ്പൊ ആ സിനിമയ്ക്ക് തൊട്ട് മുന്നേ എന്തിന് സ്ക്രിപ്റ്റ് അയച്ചു തരണം? എന്നിട്ട് അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് വായിക്കേണ്ട കാര്യം എനിക്ക് എന്താണുള്ളത്? മനസ്സിലായി. ഹൈദർക്കൊന്നും ഇച്ചിരി വായിക്കാറുണ്ട്. കുറച്ച് സാധനങ്ങൾ പുള്ളിയുടെ എടുത്തിട്ടങ്ങ് കാണിക്കായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാനൊന്നും പറയുന്നില്ല. അതായത് ഈ വോയിസ് നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന പുള്ളി പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇത് വായിച്ചു നോക്കും, ഇനി എബിയോ വിമാനം പോലെ ആവണ്ടല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ, പുള്ളിക്കും സിനിമ ചെയ്യണം, ശരിയല്ലേ? അപ്പം ഞാൻ എൻ്റെ സിനിമ ചെയ്യാന്നുള്ള പോയിന്റുള്ളൂ. അപ്പം എൻ്റെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. 5 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി 3-4 മാസം മുന്നേ പ്രീ പ്രൊഡക്ഷൻ നടക്കി. ഇത്രയും ആർട്ടിസ്റ്റുകളെ ഓഡീഷൻ ചെയ്യണം, മരുഭൂമി നമ്മൾ സെറ്റ് ഇടണം, ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ നാട്ടിൽ ഷൂട്ട് ചെയ്യണം. എന്തുമാത്രം പ്ലാനിങ് ഉണ്ട് ഒരു സിനിമ. അപ്പോൾ ഇനിയുള്ളൊരു 6 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തിന് വേറൊരു സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കണം? അങ്ങനെയല്ല സിനിമയിൽ വർക്ക് ചെയ്യുക. വെറുതെ ഒരു പണി ഇല്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാം. അതിനൊരു മാനസികാവസ്ഥ കൊടുത്ത് നമ്മൾ അതിനു വേണ്ടി വായിക്കാൻ തരുവാണെങ്കിൽ മോനെ ഒരു സ്ക്രിപ്റ്റ് അയച്ചാൽ വായിക്കാം.
അതല്ലാതെ എൻ്റെ ഈ സിറ്റുവേഷനിൽ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റില്ല. ഇതിന് വോയിസും കേട്ടിരുന്നു, ആ വോയിസും കേട്ടു. അതിന് മറുപടി കൊടുത്തോ? ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അതിന് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചപ്പോൾ തൊട്ടേ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് അയച്ചത്. എനിക്ക് എന്തിനാ അയച്ചു തരണം, ഞാൻ എന്തിനു വായിക്കണം. അത് പിന്നീട് ഒരു കോൺവെർസേഷനല്ലേ പറഞ്ഞത്. പിന്നീട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിലൊരു ബന്ധപ്പെട്ടിട്ടില്ല. ഇത് March 9, 2023. ഞാൻ പിന്നെ ഇദ്ദേഹത്തെ കാണുന്നത് ഇന്നാണ് ഫെഫ്കയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ. അതിനുശേഷം നിങ്ങൾ വിളിച്ചിട്ടുമില്ല. നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങളുടെ വാട്സാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതെ. സിനിമയുടെ തലേന്ന് പോലും വിളിച്ചിട്ടില്ല, ഒന്നും വിളിച്ചിട്ടില്ല. ഈ ഫെഫ്കയുടെ മീറ്റിംഗ് വരുമ്പോഴാണ് കാണുന്നത്. അതെ. അവിടെയാണ് കൃത്യമായ പോയിന്റ് വരുന്നത്. എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഡിജോ പറയുന്നു, ഞാൻ ഈ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, എനിക്ക് എന്തിനാണ് ഒരാളുടെ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. അത് താങ്കൾ പറയുന്ന അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചു. ഞാൻ ചോദിക്കണത് എന്തിന് ഞാൻ ഡൗൺലോഡ് ചെയ്യണം, അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എന്തിനും ഒരു 6 ദിവസം കഴിയുമ്പോൾ ചെയ്യാൻ ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്നതിന് മുമ്പിൽ ഈ സ്ക്രിപ്റ്റ് എന്നല്ലേ, എനിക്ക് ഓൾറെഡി എൻ്റെ സ്ക്രിപ്റ്റ് ഇല്ലേ, എൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കണ്ടേ, അതിനെന്ത് മാത്രം പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനു വേറെ മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് വായിക്കണം? ഈ പൃഥ്വിരാജിന്റെ ജയസൂര്യയുടെ അടുത്തും ഇദ്ദേഹം പോയി കഥ പറഞ്ഞല്ലോ. കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പൃഥ്വിരാജ് ജയസൂര്യം ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞല്ലോ. ജയസൂര്യ പറഞ്ഞത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഹൈദര, ഒരു കാര്യം കൂടെ, എനിക്കറിയില്ല ജയസൂര്യയുടെ അടുത്ത് പറഞ്ഞ കഥയാണ് പൃഥ്വിരാജിന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല. അത് ഞാൻ അറിയുന്നത് എൻ്റെ അടുത്ത് ഈ വോയിസ് അയക്കുന്ന ദിവസമാണ് എനിക്ക് മനസ്സിലാവുന്നത്. രാജു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് നിഷാദ് പറയുന്നത് വോയിസ് നോട്ടിൽ. അല്ലാതെ ജയസൂര്യയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ ഊഹിച്ചെടുക്കണോ? ജയസൂര്യ എടുത്ത് പറഞ്ഞ കഥയാണ്. അതാ ഞാൻ പറയുന്നത്, ഇതൊരു മിസ്കമ്മ്യൂണിക്കേഷനാണ്. ഹൈദർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എങ്ങനെ ഊഹിച്ചെടുക്കും ജയസൂര്യ എടുത്ത് പറഞ്ഞ കഥയാണ് രാജുവിൻ്റെ അടുത്ത്? അതെങ്ങനെ? എന്നാൽ അത് എനിക്കൊരു ഹിന്റ് കിട്ടണ്ടേ? ശരിയല്ലേ? ഇതേപോലെ അദ്ദേഹത്തിന് എത്ര പ്രോജക്റ്റുകളുണ്ടാവും. അപ്പം ഞാനത് എനിക്ക് പൃഥ്വിരാജിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ ഇതല്ലേ ജയസൂര്യ എടുത്ത് പറഞ്ഞത്? എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുമില്ല, നമുക്കറിയില്ല, എനിക്കറിയണ്ടേ. അതാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. രാജു എൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളി പറയുന്നതൊക്കെ ഞാൻ പൃഥ്വിരാജിൻ്റെ അടുത്തും ജയസൂര്യയുടെ അടുത്ത് പറഞ്ഞു, ഇവർ രണ്ടുപേരും ഡിജോയുടെ അടുത്ത് പറഞ്ഞു എന്നാണ് പുള്ളിയുടെ വാദം. ഇല്ല, അങ്ങനെ പുള്ളിയുടെ വാദമുണ്ട് അതിനകത്ത്. പുള്ളിയുടെ വാദത്തിൽ വരുന്നുണ്ട്, അതിനുള്ള കറക്റ്റാണ് പറയുന്നത്. ഇപ്പൊ താങ്കള് ഞാൻ ജയസൂര്യയുടെ പറഞ്ഞ കഥയാണോ പൃഥ്വിരാജോട് പറഞ്ഞത് നമുക്കറിയില്ല. അല്ല, ജയസൂര്യന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടില്ലല്ലോ. സബ്ജക്റ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു ഗംഭീര സാധനമുണ്ട്, നല്ലൊരു സാധനം ഉണ്ട്, നീ അത് കേൾക്കണം, ഒരു പൊളി ഐറ്റമാണ്, നീ കേൾക്കണം. ഞാൻ ഉറപ്പായിട്ടും കേൾക്കും. പക്ഷേ വേറൊരു കാര്യം, ഇദ്ദേഹവുമായിട്ട് കുറേ നാൾ ടച്ച് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഈ പറഞ്ഞൊരു വോയിസ് നോട്ട് അയക്കും. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല, കഥ കേട്ടിട്ടില്ല. അതിനുശേഷം ജയേട്ടൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ വേറെ രണ്ടുപേരുടെ കഥ കേട്ടു, പുതിയ ആൾക്കാരുടെ. മനസ്സിലാവും. അപ്പൊ നമ്മൾ അങ്ങനെയല്ല, അത് തിരക്കുകളാണെങ്കിൽ പോലും നമ്മളെ വിളിച്ച് നമ്മൾ ഇരുന്ന് കേട്ടു കൊടുത്തതാണ്. അപ്പോൾ എനിക്കറിയില്ല, നമ്മൾ ഇതേപോലെ എത്ര കഥകൾ കേൾക്കുന്നുണ്ടാവും. ഈ ജയസൂര്യ അങ്ങനെ കഥ കേൾക്കണമെന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഈ സബ്ജക്റ്റ് തുടങ്ങുവാണല്ലോ, നമ്മുടെ സിനിമ തുടങ്ങും. അപ്പോൾ ജയസൂര്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ, നമ്മൾ സിനിമ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ലില്ല, ഞാൻ ഒരു ബന്ധം വെച്ച് പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ജയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നിവിനായിട്ടൊരു കോമഡി പരിപാടി ചെയ്യുന്നുണ്ട്, അടുത്തതാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല, അല്ലാതെ ഇങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഞാൻ പറയേണ്ട, അങ്ങനെ നമുക്ക് ആവശ്യം വരുന്നില്ല. ഇപ്പോൾ രാജുവിൻ്റെ കൂടെ കുറച്ചു നേരം ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ല, ജയനും പറഞ്ഞിട്ടില്ല ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യമുള്ളൂ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ എല്ലാം ക്ലാരിറ്റി വന്നേനെ. പക്ഷെ അങ്ങനെ അറിയാനോ, അത് നമ്മുടെ ഇതല്ലല്ലോ, അതൊരു സിനിമയ്ക്കുള്ള ഒരു പോയിന്റല്ല, അത് ആ യാത്രയോടൊപ്പം സംഭവിച്ചു പോകുന്നില്ല. അല്ലാതെ ഒരാളിപ്പോൾ വിളിച്ചു പറയുകയാണ് ഇന്ന സിനിമയായിട്ട്. അതാണ് ഞാൻ ഇന്നലെ ഫെഫ്കയുടെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഉണ്ണിസാറൊക്കെ പറയുമ്പോൾ മാടമ്പി തൊട്ട് എല്ലാ പടവും, മാടമ്പിയും മമ്മൂക്കയുടെ ഒരു പരുന്ത്, ഇത് രണ്ടും ഏതാണ്ട് സിമിലർ തോട്ടാണ് എന്ന് 2 റൈറ്റേഴ്സും തമ്മിൽ സംസാരിച്ച് അവർ തീരുമാനം എടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. എന്തിനു പറഞ്ഞ എബി വിമാനം, ഇങ്ങനെ 2 സിനിമകളുണ്ടാകുമ്പോൾ സംഭവിച്ചു. ജോമൻ്റെ സുവിശേഷങ്ങൾ, ജേക്കബിന് തുടങ്ങി, അങ്ങനെ സംഭവിച്ചു. നമ്മുടെ അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടില്ല, ആകെ ഒരു സിനിമ സംഭവിച്ചുള്ളൂ, അത് മലയാളി ഫ്രം ഇന്ത്യയാണ്. ശരിയല്ലേ? അതെ. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ സംഭവിച്ചു പിക്കറ്റ് 43, അതിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമല്ലേ, അത് പക്ഷേ യുദ്ധത്തിന്റെ ഒരു ഏരിയയിൽ, അതിൻ്റെയൊക്കെ ഒരു വേർഷൻ തന്നെയല്ലേ മലയാളി ഫ്രം ഇന്ത്യ. ഞാനത് കുറച്ച് മോടി കൂട്ടി ഫസ്റ്റ് ഹാഫിലൊരു വേറെ പാറ്റേൺ സെറ്റ് ചെയ്തെന്നുള്ളത് അല്ലേ ഉള്ളൂ. അതാ ഞാൻ പറയുന്നത്. അത് ഏത് സിനിമയാണ് ഒറിജിനൽ ആവുന്നത്? ഇന്നിപ്പോൾ സാറ് പറയണ്ട, ഉണ്ണി സാറ് പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നു, രാജീവൻ എന്ന് പറയുന്ന റൈറ്റർ, അവർ 2014 അവർ പ്ലാൻ ചെയ്ത സിനിമയാണെന്നാണ് പറയണത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ 2014 പ്ലാൻ ചെയ്ത സിനിമയിൽ പത്രസമ്മേളനത്തിൽ പറയേണ്ട ഒരു ഡയലോഗ്,
എനിക്കറിയില്ല കേട്ടോ. ആ ഡയലോഗ് നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടെന്ന് അത് അവിടെ അംഗീകരിക്കപ്പെട്ടു. അപ്പം തന്നെ പത്രസമ്മേളനം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു ഇതാണ് ആ ഡയലോഗ് എന്ന് പറയുന്നത്. അത് ആ സ്ക്രിപ്റ്റിലുണ്ട്. 2014 രാജീവ് എഴുതിയ സ്ക്രിപ്റ്റിലുണ്ട്, നമ്മുടെ സ്ക്രിപ്റ്റിലുമുണ്ട്. അതെങ്ങനെ ആ ഡയലോഗ് വന്നു എന്ന് ഡിജോക്കോ? അത് ബേസിക്കലി ഇപ്പം ഞാനൊരു എൻ്റെ വർഷം പറയാം. ഞാൻ കഥ തീർച്ചയായിട്ടും തിരക്കഥ ചെയ്യാറില്ല, സംഭാഷണവും ചെയ്യാറില്ല. ഞാൻ വെട്ടും ആഡ് ചെയ്യും എന്നല്ലാതെ. ഞാൻ ചില ഷോട്ട് എടുക്കും സിനിമാറ്റിക് ഇതിൽ. പിന്നെ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ എന്താ എടുക്കുക, റെഫറൻസുകൾ എടുക്കും. അവിടെ ഇതുപോലെ ചിലപ്പോൾ അത് അമൽ നീരത് വെച്ച ഷോട്ടായിരിക്കും. ഇതുപോലെ നമ്മൾ ഹൈ സ്പീഡ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അമൽ നീരത് സാർ എന്തായിരിക്കും ഇതിനെ പോലെ അമൽ നീരത് സാർ കണ്ട ഒരു ആളുടെ ഒരു വേർഷനിലല്ലേ ഷോട്ട് വെക്കുക. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോരുത്തരും ഓരോ പേഴ്സ്പെക്റ്റീവിലല്ലേ സെയിം സാധനം. ഇദ്ദേഹം എഴുതി എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗ് അത് വായിച്ചതോ എവിടെന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വന്നതായിരിക്കാം. അതിൻ്റെ വേറൊരു വേർഷനായിരിക്കും ഇദ്ദേഹം വായിച്ചെടുത്തത്, ഷാരിസ് വായിച്ചെടുത്തത്. രണ്ടും രണ്ട് വ്യക്തികളല്ലേ, സെയിം ആവണമെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? ഇപ്പോൾ ഞാൻ ഒരു ഷോട്ട് വെക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഷോട്ടുമായിട്ട് സിമിലർ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. അതിപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ, അത് ഓരോ ഇതല്ലേ. ഞാനതേ പറഞ്ഞു, ഞാനൊരു സംവിധായകനാണ്, ഞാനൊരു തിരക്കഥാകൃത്തോ കഥയോ എഴുതുന്ന ആളല്ല. ഈ മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് ഷാരിസ് മുഹമ്മദിൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നിഷാദ് ഖായി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു? ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്തിനു സംസാരിക്കണം? കാര്യം ഞാൻ എൻ്റെ സിനിമ ചെയ്യാൻ നിൽക്കല്ലേ. അപ്പോൾ അത് ഞാനല്ല ചോദിക്കേണ്ടത്. ഇതുമായിട്ട് ഈ സിനിമയായിട്ട് ബന്ധമുള്ളൂ എന്നുള്ളൊരു ഡയറക്ടറോടല്ല ചോദിക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. ഇത് കഥ തിരക്കഥ സംഭാഷണം എഴുതുന്ന ആൾ ഷാരിസ് ആണെന്ന് ഞാൻ മുന്നേയും ആ പൂജയുടെ അവിടെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നിഷാദ് ഖാ ഇവരായിട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്നും സംസാരിച്ചല്ലേ ഉള്ളൂ, അത് നടന്നിട്ടില്ല. ഒരു കാരണവും ഷാരിസിനെ വിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ടീമിലുള്ള ആരെയും വിളിച്ചിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് തുടങ്ങിയില്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ എങ്കിലും ഡിജോ ഒന്ന് ചോദിക്കണ്ടായിരുന്നോ ഷാരിഷിന്റെ അടുത്ത്, എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നു, നിഷാദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത് ചോദിക്കാമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? കറക്റ്റ്. ഞാൻ അതിനൊരു ഉത്തരം പറയട്ടെ. ഇവൻ എൻ്റെ അടുത്ത് വന്ന് ഈ സിനിമ പറയുമ്പോൾ തന്നെ അവൻ ഓൾറെഡി അറിയാം പ്രജിത്ത് ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? രാജീവിന്റെ എക്സാക്ട്ലി. പ്രജിത്ത് ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അങ്ങനെ ഇവൻ ചെല്ലുന്നിടത്ത് നമുക്ക് തന്നെ അറിയാം 3-4 സ്ഥലത്ത് ഇങ്ങനത്തെ സിനിമകളുടെ തോട്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വളരെ സർവ്വസാധാരണമാണ്. അപ്പോൾ അവൻ ആ ഇൻഫർമേഷൻ എൻ്റെ അടുത്ത് പറയത്തില്ലേ? അപ്പോൾ എന്താ ഇങ്ങനെ 3-4 സിനിമകൾ ഇവിടെയൊക്കെ ഉണ്ട്, ഇതാണ് നമ്മുടെ ഒരു പ്ലോട്ട്, കോവിഡ് പരിപാടി. അപ്പോൾ പിന്നെ ഇനി ഇത് കൂടുതൽ ഞാൻ അവരോട് ഇതേപോലെ വേറൊരു പ്ലോട്ട് ഉണ്ടെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രജിത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പ്രജിത്ത് എന്നല്ല, ആരൊക്കെയോ ഇങ്ങനെ പ്രോജക്റ്റുകൾ. പ്രജിത്തിന്റെ പേര് എടുത്ത് പറഞ്ഞത് പ്രജിത്താണ് ആ സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. എന്റെ ഒരു ഓർമ്മ ശരി, രാജീവിന്റെ ഇത് ഡയറക്ട് ചെയ്യാൻ പ്രജിത്താണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നീട് എടുത്തു വെച്ചത്, നമുക്കൊരു മാറ്റങ്ങൾ വരരുത്. അല്ല, എനിക്ക് തോന്നുന്നു അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ഡൗട്ട് വീണ്ടും ക്ലിയർ ആണ്. താങ്കളുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമല്ല, ഷാരിസ് മുഹമ്മദിന്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ട ചോദ്യം, എങ്കിലും ചോദിക്കുകയാണ്. ആ ഒരു സബ്ജക്റ്റിൽ ഇന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആ ഒരു ഡയലോഗ്, അവിടെ പ്രസക്തമായ വീണ്ടും ഒരു ചോദ്യം ആവർത്തിക്കാം. ആ ഡയലോഗ് എൻ്റെ സിനിമയിലുള്ള ഡയലോഗാണെന്ന് രാജീവ് പറയുന്നു. രാജീവ് പറഞ്ഞതിനെ വിളിച്ചു. രാജീവ് ഒന്നിനും ഇതിൽ രംഗത്ത് വന്നൊരു വ്യക്തിയല്ലാട്ടോ, അത് ഫെഫ്കയിൽ നിന്ന് വിളിച്ചതാണ്, രാജീവിനെ തേടി എത്തി വിളിച്ചതാണ്. രാജീവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ പ്രജിത്ത് ചെയ്യാനിരുന്നതാണെന്ന് ഷാരിസ് മുഹമ്മദ് പറയുമ്പോൾ അവിടെ ഒരു ഒത്തുചേരലിൻ്റെ ഒരു പ്രശ്നം കാണുന്നില്ലേ? അല്ല, ഞാനത് കാണുന്നില്ല. കാര്യം ഇങ്ങനത്തെ ഭാവനകൾ പലർക്കും ഉണ്ടാവും. അദ്ദേഹം എഴുതിയ ഇപ്പം എനിക്ക് തോന്നുന്നു ആ സ്ക്രിപ്റ്റ്, എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഒരു സിനിമ സംഭവിച്ചു, ആ സിനിമ സംഭവിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി എന്ന് പറയുന്നത് അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ, സ്ക്രിപ്റ്റുകൾ തമ്മിലൊരു കണക്ഷൻ പോയിന്റുകളൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു പ്രശ്നം? എന്താണ് പിന്നെ എൻ്റെ ലോജിക്ക്? അങ്ങനെ സിനിമകൾ സംഭവിച്ചുകൂടെ? സംഭവിക്കാം, ഉറപ്പായിട്ട് സിനിമ സംഭവിക്കാം. അതായത് സിനിമയല്ലേ ഇത്. നമ്മൾ ഈ കഥ എന്ന് പറയുന്നത് ആർക്കും ഒരു കഥ ഉണ്ടാക്കാം. ഹൈദർക്ക് വേണമെങ്കിൽ ഇന്നൊരു കഥ ഉണ്ടാക്കാം, ഇന്ത്യ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇന്ത്യ ജർമ്മനിയോ, ആർക്കും വേണമെങ്കിൽ കഥ ഉണ്ടാക്കൂടെ? ഇത് ആരുടെയും എന്താ പറയുക, കഥ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഭാവനയല്ലേ. അത് ആരുടെയും സ്വത്തല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അതൊരു തിരക്കഥയായി സിനിമയായി വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരാൾ ഹോൾഡ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും വലിയ അതൊരു റെസ്പോൺസ് റൈറ്ററാണ്. ഞാനതാ പറയുന്നത്. ഷാരിസ് മുഹമ്മദ് ആണ് എൻ്റെ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം. ഇതിനെല്ലാം മറുപടി പറയേണ്ടതും അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ. അതെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവൻ
നിഷാദ് കോയയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഇന്ന് ഫെഫ്കയുടെ മീറ്റിങ്ങിൽ വെച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം സംസാരിച്ചു. അവിടെ ഒരു പോയിന്റ് ഭയങ്കരമാണ് കേട്ടോ. രാജീവല്ല, ഇപ്പം ഡിജോ പറയുമ്പോൾ ഒരു പോയിന്റ്, പ്രസക്തമായൊരു പോയിന്റ്. ഈ നിഷാദ് കോയ നിങ്ങളിലേക്ക് വന്ന് വിരൽ ചൂണ്ടുമ്പം ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ഷാരിഷ് മുഹമ്മദാന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പ്രാവശ്യം പോലും വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാതെ നിഷാദ് കോയ തയ്യാറാകത്തിൽ ദുരൂഹത നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിഷാദ് കോയ നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ളൊരു അല്ല, അതാ ഞാൻ പറയുന്നത്. ഈ നമ്മുടെ സിനിമയിലുള്ള എത്രയോ പേരെ വിളിക്കാം, എത്ര പേരെ വിളിക്കാം. പ്രൊഡ്യൂസർ ലിസ്റ്റിനെ വിളിക്കാമല്ലോ. ലിസ്റ്റിനെ വിളിക്കാം, എന്തും ചെയ്യാലോ. അതിപ്പോ ഒന്നും വിളിക്കാതെ ലിസ്റ്റിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പത്രസമ്മേളനത്തെ വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ചെന്നാ പറഞ്ഞത്. ലിസ്റ്റിന്റെ നമ്പർ കിട്ടാതിരിക്കുന്നില്ലല്ലോ. ലിസ്റ്റിന്റെ നമ്പർ ചോദിച്ചാൽ മാർച്ച് 9 ഈ ഇൻസിഡന്റിന് ശേഷം എൻ്റെ അടുത്ത് കോണ്ടാക്റ്റേ ചെയ്തിട്ടില്ല. പക്ഷെ ആ മാർച്ച് 9 അയച്ച വോയിസ് നോട്ടിൽ വളരെ വളരെ ഈസി ആയിട്ടാണ് എനിക്ക് വോയിസ് നോട്ട് അയച്ചത്. ഇത് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, വളരെ കാഷ്വൽ ആയിട്ടല്ലേ പറയുന്നത്. അപ്പം ഞാനും പറഞ്ഞു ഒരു പാകിസ്ഥാനി ഉണ്ട്, അത് വളരെ ക്ലിയർ ആണ്. ഞാൻ 15-ാം തീയതി ഷൂട്ട് തുടങ്ങാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ അകത്ത് വോയിസ് നോട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. കാര്യം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്തിനും PDF അയച്ചിടണം? നമ്മൾ ഈ തിരക്കിനിടയിൽ ആദ്യമായിട്ട് ചെയ്യുന്നല്ലോ. അദ്ദേഹം ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് അല്ലല്ലോ. അത്ര സിനിമകൾ പുള്ളിക്കറിഞ്ഞൂടെ ഒരു സംവിധായകൻ, അതും പുള്ളിക്കറിഞ്ഞൂടെ ഒരു റൈറ്ററായിട്ടല്ലേ കോൺടാക്ട് ചെയ്യേണ്ടത്, എൻ്റെ അടുത്തല്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടി റൈറ്ററുമായിട്ട് കോൺടാക്ട്. അത് ഇന്ന് വളരെ വ്യക്തമാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം അറിയ പോലും മീറ്റിംഗിൽ കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിന്തിക്കുന്നത് ഞാൻ എന്തിനു പറഞ്ഞു, ജയസൂര്യ വരെ കൃത്യമായിട്ട് വിളിച്ചു ചോദിച്ചു, ജയസൂര്യ എങ്ങനെ കഥ പറയും. മീറ്റിംഗിൽ വിളിച്ചോ? എല്ലാ ക്ലാരിറ്റിയും മീറ്റിംഗിനിടയിൽ ചർച്ച നടത്തിയിട്ടാണ് നമ്മൾ അവിടെ ഇത് വരുന്നത്. ശ്രീത്തിനെയും വിളിച്ചോ? എല്ലാവരും വിളിച്ചു. എല്ലാവരും മീറ്റിംഗിൽ വിളിച്ചു. എല്ലാവരും മീറ്റിംഗിൽ വിളിച്ചു. ചിലരൊക്കെ ഫോണിലാണ്. ഫോണിൽ വിളിച്ച് കൃത്യമായിട്ട് എല്ലാവരും കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിച്ചത്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്ന് പറയുന്നത്. എന്തിനാണ് ഞാൻ 3-4 ദിവസം ഇത്രയും ഇത് മേടിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസ് മീറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഹാരിസ് ദേശം ഇതിനകത്തുണ്ടല്ലോ, ഇൻവോൾവ് ആണല്ലോ. പക്ഷെ ഞാൻ അതിലുണ്ടായിരുന്നില്ല. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അത് ഷാരിസ് മുഹമ്മദ് എന്ന റൈറ്റർ ശ്രീജിത്തിന്റെ കൂടെ ചെയ്യാനിരുന്ന നമ്മുടെ ഈ സിനിമ പ്ലാൻ ചെയ്ത സമയത്താണ് ഹാരിസ് ദേശം. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയും, ഷാരിസ് മുഹമ്മദിനെ അറിയും. എനിക്കതിന്റെ ഞാനത് വ്യക്തമാക്കേണ്ട കാര്യം എനിക്കില്ല. ശ്രീജിത്ത് ചെയ്യാൻ പോയല്ലേ? ശ്രീജിത്ത് ചെയ്യാൻ പോയ നടൻ ആരാണ്? പൃഥ്വിരാജായിരുന്നു. അല്ല, അവര് ചെറിയ ഏതൊരു ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അങ്ങനെ അതിന്റെ പ്രൊഡ്യൂസർ മറ്റൊരു ആർട്ടിസ്റ്റ് ഹാരിസ് ദേശം വരുന്ന പ്രൊഡ്യൂസറായിട്ട് ഒരു ലൈൻ പ്രൊഡക്ഷൻ പോലെ ഹാരിസ് ദേശം. അപ്പൊ എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഷാരിസിനെ അറിയും. അല്ല, അതും ഹാരിസുമായിട്ട് എന്നുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായി. ഇന്നത്തെ മീറ്റിംഗിൽ സംസാരം ഉണ്ടായിരുന്നു. കറക്റ്റ്. ഫോണിൽ സംഭാഷണം എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിഷാദ് കോയയുടെ സബ്ജക്ട് മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അതെ, അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. താങ്കൾ ഉണ്ടായിരുന്ന ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്ന തെളിവുകളെല്ലാം അവിടെ ഹാജരാക്കുകയും ചെയ്തു. വോയിസ് നോട്ട് ഉൾപ്പെടെ കൊടുത്തു. ഇത് കൃത്യമായി താങ്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് താങ്കളെ വേട്ടയാടുന്നത്? അല്ല, ഇനിയിപ്പോൾ വേട്ടയാടലും പരിപാടി ഞാൻ നോക്കിയിരുന്നില്ല. നമുക്ക് ഇനി അടുത്ത സിനിമയിലോട്ട് പോവാം, നമ്മുടെ ഉള്ള സിനിമയെ പ്രൊമോട്ട് ചെയ്യാം, ഇത്ര ഉള്ള ഉദ്ദേശം. അതല്ല, ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ചെയ്യാനാണ് ഹൈദർ റൂമിൽ വന്നത്. മലയാളി ഫ്രം ഇന്ത്യ കൊടുത്തതാണോ ഇത്രയും പ്രശ്നം? അല്ല അതാണോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമകൾ ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. ശരിയല്ലേ? അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാനത് ഡെലിവർ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം ഷാരിസ് മുഹമ്മദാണ്. എന്നെ ടാർഗറ്റ് ചെയ്ത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴും ബാക്കി അത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. അത് അവർ ചിന്തിച്ചെടുത്തോട്ടെ. ദാറ്റ്സ് ഓക്കെ. തീർച്ചയായിട്ടും ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഞാനും ഇന്നിപ്പം ഷാരിസിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി. പുള്ളിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇപ്പോൾ ഡിജോ പറഞ്ഞല്ലോ, എന്തിനാണ് ഞാനല്ല ഇതിൻ്റെ പിന്നെ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്തിനാണ്? അല്ല, ഉറപ്പായിട്ടും അദ്ദേഹം പറയും. അദ്ദേഹം ഷാരിസ് കൃത്യം എനിക്ക് തന്നെ വേണമെന്നില്ല, അദ്ദേഹം ആരോടെങ്കിലും ഇത് പറയണം. ഇത് പുള്ളിയെ പറയാൻ ബാധ്യസ്ഥനാണ്. ഹൈദരെ, ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ ഇന്ന് ഹൈദരോട് പറയാൻ പോലും ഞാൻ എൻ്റെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ചുമ്മാ വെറുതെ കയറി ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനാണ്. എനിക്ക് എത്ര ഇൻ്റർവ്യൂ കൊടുക്കാം? അങ്ങനെയല്ലല്ലോ. നമ്മളൊരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി അവിടെ മേടിച്ച് സംഭവം ഓക്കെ എന്ന് കിട്ടിയതിന് ശേഷമാണ് ഞാൻ മൂവ് ചെയ്തത്. അല്ലാതെ എനിക്കിതിപ്പോൾ ആരെ പ്രൂവ് ചെയ്യാനാണ്? എൻ്റെ ഇന്ന് ഫെഫ്കയിൽ വെരി ക്ലിയർ ആണ്, ഇത് ഇങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പിന്നെ ഇനി ഞാൻ ആരെ പ്രൂവ് ചെയ്യാനാണ്? ഇപ്പം താങ്കൾക്കുണ്ടായ മാനക്കേട്, താങ്കളുടെ മാനനഷ്ടം, ഇതിന് കേസ് ഫയൽ ചെയ്യുന്നുണ്ടോ?
അല്ല സീരിയസ് ഇത്രയും തെളിവുകളുണ്ട് താങ്കളുടെ അടുത്ത്, കേസിന് വല്ലതും പോകുന്നുണ്ടോ? അല്ല, ഞാൻ എന്തായാലും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഭയങ്കരമായിട്ട് ടാർഗറ്റഡ് ആയിരുന്നു. സോ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിലേക്ക് പോകുന്ന കാര്യം മാനനഷ്ട കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് താങ്കൾക്ക്, അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്? ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഈ വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇത് വന്നു കഴിഞ്ഞപ്പോൾ ജനഗണ കോപ്പി, ക്യൂൺ കോപ്പി, നിങ്ങളുടെ പരസ്യങ്ങൾ കോപ്പി അടിക്കുന്ന ആള്, പരസ്യങ്ങൾ കോപ്പി അടിയുടെ ഉസ്താദ് എന്നാ പറയണം, മാസ്റ്റർ എന്നാ പറയണം. അല്ല, അങ്ങനെയല്ല. ഈ സിനിമകളെല്ലാം തിരക്കഥ സംഭാഷണം ഷാരിസ് മുഹമ്മദ് ആയിരുന്നു. 3 സിനിമയുടെ ആദ്യത്തെ സിനിമയുടെ ജെബിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. 2 പേര്. അതെ. പിന്നീട് അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ ക്വീൻ എന്ന് പറയുന്ന സിനിമയുടെ ഒപ്പം ചങ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഒരു തോട്ട് ആരുടെയും സ്വന്തമല്ല, അത് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് സിനിമയായാലും സിനിമയാവും. ആ സിനിമകൾ രണ്ടും ഒരുമിച്ചല്ലോ ഇറങ്ങിയ? അല്ല, പക്ഷെ അടുത്തടുത്താണ്. ചങ്സ് ആണോ ആദ്യമേ? ഞാൻ കൃത്യമായിട്ട് അതെ, ചങ്സ് ആണ് ആദ്യം. എനിക്കൊന്ന് കമ്മട്ടിപ്പാടത്തിന് ഒപ്പമാണ് ചങ്സ് ആയിരിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചങ്സ് കമ്മട്ടിപ്പാടത്തിന്റെ ഒപ്പമല്ലോ, നമ്മുടെ ഹാപ്പി വെഡിങ്സ് ആണ് ഇറങ്ങുന്നത് ആദ്യം. ഉമറിന്റെ രണ്ടാമത്തെ പടം ചങ്സ് ഇറങ്ങുന്നത്. അപ്പൊ ചങ്സ് ഇറങ്ങിയതിനു ശേഷമാണ് ഇത് ക്വീൻ വരുന്നത്. അതെ. അപ്പൊ വിലസി അതോ ക്വീൻ ഇറങ്ങിയതിനു ശേഷമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ക്വീൻ 2018 ജനുവരി 12 റിലീസ് ചെയ്തത്. അപ്പോൾ ക്വീൻ്റെ ഒപ്പം അതിന്റെ കൂടെ ഇറങ്ങിയ ഒരു സിനിമയാണ് ചങ്സ്. അതേപോലെ മെക്രാണി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനിരിക്കുന്നു നമുക്കറിയാം എന്ന് കരുതി നമ്മൾ മറ്റാരുടെയും കഥ കേട്ട് മനസ്സിലാക്കി നമ്മൾ സിനിമ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനുശേഷം സിനിമ ചെയ്തതോ അല്ല. നമ്മൾ നമ്മുടെ സിനിമയിൽ വിശ്വസിക്കാൻ പോവുക. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹൈദർക്കൊരു തോട്ടുണ്ടാവും, പലർക്കും ഒരു തോട്ടുണ്ടാവും. നമ്മളത് സിനിമയാക്കുന്നതിലാണ് അതിൻ്റെ ഇത്. അതല്ലാതെ സിനിമയാക്കാതെ അയ്യോ ഇത് മറ്റുള്ളവർ മറ്റേ കഥയായിട്ട് സിമിലാരിറ്റി ഉണ്ടോ എന്ന് കരുതി നമ്മൾ നിൽക്കാൻ നിന്ന് അവിടെ നിൽക്കത്തേ ഉള്ളൂ. ശരിയാണ് കോപ്പി അടിച്ചെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ഈ സിനിമകളെ പറ്റി പറയുന്നവർ അവർ കൃത്യമായിട്ട് ആലോചിച്ചാൽ മതി. തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദാണ്. നമ്മൾ ചെയ്യുന്ന ഷോട്ടിന്റെ കാര്യത്തിലും അവിടെ എന്തെങ്കിലും വേണ്ടി വെട്ടും, അത് തിരുത്തും. അങ്ങനെ മാത്രമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സംഭവം ഒരു ഡയറക്ടർ കൂടുതലും ചെയ്യുന്നു. എക്സാക്ട്ലി. ഒരു കൺസീവിങ് ചെയ്ത് ആ സിനിമയെ ചിത്രമാക്കി മുന്നിൽ കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് സംവിധായകൻ. ഇൻ ടോട്ടാലിറ്റി ഈസ് എ ക്യാപ്റ്റൻ. പക്ഷെ അതിന്റെ ബേസ് ഫൗണ്ടേഷൻ വരുന്നത് എപ്പോഴും റൈറ്ററാണ്. റൈറ്ററിൽ നിന്നാണ് അത് പേനയിൽ നിന്ന് പേപ്പറിലോട്ട് പടർത്തിയാണ് സിനിമ വരുന്നത്. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇത്, പിന്നെ ഡിസ്കഷൻസും പലതും അങ്ങനെ. പരസ്യ ചിത്രങ്ങൾ കോപ്പി അടിക്കുക എന്ന് പറയുന്നത്, ഒരു പരസ്യം ഇപ്പം നിങ്ങൾ തന്നെ ടി വിയിൽ ഒരു പരസ്യം കാണുമ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. പലർക്കും പറ്റും. അതുകൊണ്ട് ഇത് ആരുടെയും സ്വന്തമായിട്ടുള്ള എൻ്റെ മാത്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആവത്തില്ല. അതാവണമെങ്കിൽ ഒന്നെങ്കിൽ അതിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് ആരൊക്കെ ഇതേപോലെ ഇറക്കുന്നു അവർക്കൊക്കെ എഗെയിൻസ്റ്റ് ഫയൽ ചെയ്യാൻ നിൽക്കണം. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധമില്ലെങ്കിൽ ആ കേസും നിൽക്കില്ല. ശരിയല്ലേ? മനസ്സിലായി. അതാണ് അതിൻ്റെ റിയൽ. പരസ്യ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പരസ്യ ചിത്രങ്ങളൊക്കെ ഏജൻസികളാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ചിലതിനൊക്കെ ഞാൻ കോൺസെപ്റ്റ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പരസ്യമൊന്നും ഞാനല്ല ചെയ്തത്. എന്നെ ഇതേപോലെ ഒരാൾ എന്നെ വിളിക്കണ്ടായി. അതുകൊണ്ടായിരിക്കാം അദ്ദേഹമായിരിക്കും എഴുതിയിട്ടത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സാറേ ഞാൻ ഇങ്ങനെ ഒരു ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ ആലോചിച്ചു. ഞാൻ പറഞ്ഞു അമ്മോനെ ഇതാണ് ഏജൻസി, ഇന്ന ഏജൻസിനെ വിളിച്ചോളൂ. ഞാൻ അത് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് പറഞ്ഞതെങ്കിൽ മനസ്സിലായി. കാര്യം ഞാനല്ല അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. സ്ക്രിപ്റ്റ് എഴുതിയവരടുത്ത് പോയി നോക്കണ്ടേ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇത് ഞാനിതിനൊന്നും നമുക്കിതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമില്ല. സിനിമ എങ്ങനെ പോകുന്നു? സിനിമ നന്നായി പോകുന്നു. സിനിമ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ സിനിമ ഇറ്റ് ഇസ് ഡൂയിങ് ഗുഡ്. എല്ലാവരും പ്രേക്ഷകർക്ക് അറിഞ്ഞ് ഒരുപാട് നല്ല റെസ്പോൺസ്. ഡിജോയുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ ഇത് തന്നെയാണോ? അതെ, ഇപ്പോഴും അതിലൊരു മാറ്റമില്ല. ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇത് തന്നെയാണ്? അല്ല, എനിക്ക് ഇത്ര ഡീഗ്രേഡ് ചെയ്തപ്പോഴും ഇത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയിൽ മലയാളി ഫ്രം ഇന്ത്യയാണ്. അടുത്ത പ്രൊജക്റ്റ് പ്ലാനിങ് ഉണ്ട്, ഉടനെ നടക്കും. ഇത് തീരട്ടെ, ഈ സിനിമ അതിൻ്റെ റൺ സക്സസ്ഫുള്ളി തീരട്ടെ. അടുത്ത സിനിമ ഉടനെ ഉണ്ടാകും. അതിൻ്റെ പണിപ്പുരയിലാണ്. ഉറപ്പായിട്ടും. ഒന്നിലും പിന്നോട്ടില്ല. പിന്നോട്ട് സത്യങ്ങൾ തെളിയണം. അല്ല, ഞാൻ അതിൻ്റെ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ. അല്ല, ഇപ്പം ഡിജോ തെളിവ് ചെയ്ത് പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നു. അത് ആ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എനിക്ക് കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്നല്ല പറഞ്ഞത്. ആ ക്ലാരിറ്റിയോട് കൂടി വോയിസും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെയാണ് എനിക്കിപ്പോൾ തന്നിരിക്കുന്നത്. അതെ, ഞാൻ ഇതിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ടത് ഫെഫ്കയിലാണ്. അത് കൊടുക്കുകയും ചെയ്തു, ഇവർ കണ്ടെത്തുകയും ചെയ്തു. അവർക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി കിട്ടി, അവർ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഒരു കഥ മോശം. ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം ഹൈദരെ ഈ തിരക്കഥ സംഭാഷണം എൻ്റെ അല്ല. തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരിക്കലും നിങ്ങളല്ല. ഇനി ഇവിടെ ഒരു ക്ലിയർ വരേണ്ടത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു അഭിമുഖം എനിക്കല്ലെങ്കിലും ആരോടെങ്കിലും കൊടുത്ത് അദ്ദേഹം ക്ലിയർ ചെയ്യേണ്ടതായി വരും.
അല്ലെങ്കിൽ വീണ്ടും വിരൽ ചൂണ്ടപ്പെടും ഡിജോയ്ക്ക് ചിലപ്പോൾ. ഇത്തരം പറഞ്ഞിട്ടും മനസ്സിലായാലും ഇനി വിരൽ ചൂണ്ടപ്പെടുന്നത് ഇനി വിരൽ ചൂണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്ററിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അദ്ദേഹം അത് ക്ലാരിറ്റി വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹമാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്. ഉഷാറാകട്ടെ, എല്ലാം മുന്നോട്ട് പോവുക. ഈ പറഞ്ഞതുപോലെ ഒന്നും നോക്കണ്ട, ഒളിഞ്ഞിരുന്ന് അമ്പെഴുതുകൊണ്ടിരിക്കും. ഞാൻ എന്തോരം മേടിച്ചിട്ടുണ്ട്, എനിക്കതുകൊണ്ടൊരു ഭയമില്ല. മേടിക്കാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്, ഒന്നും അറിയില്ലാതെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി വേദനിക്കുന്ന രീതിയിൽ വരുമ്പോൾ വീട്ടിലുള്ളവരെയൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സ് പുറത്ത് വേകുന്നതും ആ മനസ്സിനൊരു ചാഞ്ചാട്ടം വരുന്നത്. അങ്ങനെയായിരിക്കും. ഒന്നും വേണ്ട, മുന്നോട്ട് പോവുക. ഈ തെളിവുകൾ സഹിതം ഞാൻ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാ തെളിവും, എന്നോട് കാണിച്ച എല്ലാ തെളിവും പ്രേക്ഷകർക്ക് കാണാം. എന്നിട്ട് പ്രേക്ഷകർ തീരുമാനിക്കാം. ഇപ്പോഴും ഡിജോ പറയുന്നത് ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം ഷാജിദ് മുഹമ്മദാണ്, ഡിജോ അല്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.